കാശ് കൊടുക്കാതെ ഒരു കാര്യവും നടക്കില്ല. ഈ ഇൻസ്റ്റഗ്രാമിലോ റീൽസിലോ ഒക്കെ കാണുന്നതൊന്നും റിയാലിറ്റിയേ അല്ല. ഞാൻ പൈസ കൊടുത്ത് ഇറാനിൽ പോയി. ഇറാനിൽ പോയി, ഞാൻ എല്ലായിടത്തും പറഞ്ഞല്ലോ, ഇറാനിൽ പോയി 1.5 കൊല്ലം അവിടെ പെട്ട് കിടന്നു. ഇപ്പോൾ 700 രൂപ കൊടുത്ത് അപ്ലൈ ചെയ്ത് അത് കിട്ടുന്ന അവസ്ഥയിലെത്തി. ആര് ചെയ്തതാ? ഗവൺമെൻറ്റായിട്ട് ചെയ്ത ഒരു കാര്യത്തിൽ ഒരുപാട് പേര് പെട്ടോണ്ടിരിക്കുക. ഇപ്പം ജോലി കിട്ടില്ല എന്നുള്ളൊരു സംഭവം. ഫീസ് കൊടുത്ത് പഠിച്ച് തിരിച്ചിറങ്ങി വരുമ്പോൾ നമുക്ക് പിന്നെ ജോലിയില്ല. സോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ബോംബെയിൽ പോവുക, അവിടെ മൊത്തം കയറി ഇറങ്ങുക. ഓരോ കമ്പനിയും രാവിലെ കയറി ഇറങ്ങും. ഒരു കമ്പനിയിൽ നിന്ന് പോലും നമ്മുടെ റെസ്യൂം പോലും അവർ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ പോയി കഴിയുമ്പോൾ റെസ്യൂം അവരെടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുക. ഷിപ്പിംഗ് കമ്പനി എടുത്ത് തീരുമാനം അനുസരിച്ച് ഓപ്പൺ CDC ജീപ്പ് റേറ്റിംഗ് പോലും പഠിക്കാതെ വരുന്ന പിള്ളേരെ നീ കാശ് കൊടുക്കാൻ റെഡി ആണെങ്കിലും അവരെടുക്കത്തില്ല. കേട്ട കഥകൾക്കും വിവരണങ്ങൾക്കും അപ്പുറമാണ് അനുഭവ സാക്ഷ്യം. കള്ളജീവി വിഷ്ണുവിൻ്റെ യാത്രാനുഭവങ്ങളോടൊപ്പം സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സ് യാത്ര തുടരുകയാണ്. വിഷ്ണുവിൻ്റെ തുടക്കങ്ങളായി മറൈൻ ലൈഫ്. ഞാൻ +2 കഴിഞ്ഞതിന് ശേഷം ജീപ്പ് റൈറ്റിംഗ് എന്ന് പറയുന്ന കോഴ്സ് ചെന്നൈയിൽ IMA എന്ന് പറയുന്ന കോളേജിലാണ് പഠിച്ചത്. +2 ഏതായിരുന്നു? ഞാൻ കൊമേഴ്സ് ആയിരുന്നു. കാരണം ഞാൻ ജീപ്പ് റൈറ്റിംഗ് എടുക്കാനുള്ളതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സയൻസ് എടുത്തവർക്കാണ് ഈ പറയുന്ന എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ BSc നോട്ടിക്കൽ സയൻസ്, ഡിപ്ലോമ നോട്ടിക്കൽ സയൻസ് ഒക്കെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഫീൽഡിലേക്ക് ഒരു ഐഡിയ നമുക്കില്ല. മുമ്പേ നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് സയൻസ് എന്നൊരു ഓപ്ഷനിലോട്ട് പോകും. പക്ഷെ നമ്മൾ കൊമേഴ്സ് എന്നൊരു ഓപ്ഷനിൽ പോകുന്നത് ഇതിനെപ്പറ്റി ചിന്തിക്കാതാണ്. പെട്ടെന്ന് നമുക്ക് അത് മാറുന്നു. പിന്നീട് കൊമേഴ്സ് ആയതുകൊണ്ട് ഈ ക്രൂ ആയിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ, ജീപ്പ് റൈറ്റിംഗ് എന്ന കോഴ്സ്. അപ്പോൾ ആ കോഴ്സ് നമ്മൾ പോയി എടുത്തു 6 മാസം ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ജോലിയില്ല, ജോലി കിട്ടില്ല എന്നുള്ളൊരു സംഭവം. ഫീസ് കൊടുത്ത് പഠിച്ച് തിരിച്ചിറങ്ങി വരുമ്പോൾ നമുക്ക് പിന്നെ ജോലിയില്ല. സോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ബോംബെയിൽ പോവുക, അവിടെ മൊത്തം കയറി ഇറങ്ങുക. ഓരോ കമ്പനിയും രാവിലെ കയറി ഇറങ്ങും. ഒരു കമ്പനിയിൽ നിന്ന് പോലും നമ്മുടെ റെസ്യൂം പോലും അവർ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ പോയി കഴിയുമ്പോൾ റെസ്യൂം അവരെടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുക. എവിടുന്നും ഇല്ല. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പോയി 2 കപ്പൽ, ഒരു കപ്പൽ സെയിൽ അടിച്ച് എക്സ്പീരിയൻസ് ആയിട്ട് വരാൻ. നീ എനിക്ക് ജോലി തന്നെങ്കിൽ മാത്രമേ എനിക്ക് എക്സ്പീരിയൻസ് കിട്ടൂ. നീ ജോലി തരാതെ ഞാൻ എവിടെ പോകും? ചോദിക്കുന്നത് ഒരു കപ്പൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോവാൻ ഞങ്ങൾ എടുത്തോളാം. നീ എന്ന ആ കപ്പൽ എനിക്ക് താ, എനിക്കൊരു അവസരം തരൂ, എങ്കിലല്ലേ നമുക്കൊരു കപ്പൽ എക്സ്പീരിയൻസ് കിട്ടൂ. സോ അവർ പറയുന്നത് ഏജൻസി വഴി പോകും എന്നാണ്. സോ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ബോംബെയിലൊക്കെ ഇഷ്ടം പോണക്ക് ഏജൻസികളുണ്ട്. അവരുടെ ടാർഗറ്റ് പ്ലേസ് എന്ന് പറയുന്നത് മലേഷ്യ, ഇറാൻ, ഇറാഖ്, ഈ സ്ഥലങ്ങളിലോട്ടാണ് കൂടുതലും. കാരണം ഈ ഗൾഫ് സൈഡിലൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ കപ്പലുകൾ ഒരു 30 വർഷം കഴിഞ്ഞാലും ഇൻസ്പെക്ഷന് വരുന്ന ആൾക്കാർക്ക് ഒരു കാർട്ടൂൺ സിഗരറ്റ് കൊടുത്താൽ പാസ്സാവും. അറേബ്യൻസിൻ്റെ അവിടുത്തെ ഒരു പ്രത്യേകത, ഇറാനിൽ നമ്മൾ കാണുന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അവർക്ക് ഈ പറയുന്ന കുറച്ച് പൈസയോ അല്ലെങ്കിൽ കുറച്ച് സിഗരറ്റോ അല്ലെങ്കിൽ കുറച്ച് സ്റ്റോറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പാസ്സാക്കി വിടും. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും നടക്കാത്ത ഒരു സ്ഥലമാണ് ഈ ഇറാൻ പോലുള്ള സ്ഥലങ്ങൾ. മിഡിൽ ഈസ്റ്റിൻ്റെ കുറേ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴും ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് പിള്ളേരെ നിയമം ഏറ്റവും കൃത്യമായി നടപ്പിലാവുന്ന ഒരു ഏരിയ അതാണ്. അല്ല തീർച്ചയായും അങ്ങനെയല്ല. മറ്റുള്ള കാര്യങ്ങൾ, ഈ സ്മഗ്ലിങ്ങോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പിടിക്കപ്പെടുന്നവർക്ക് അത് ബാധകമായിരിക്കാം. പക്ഷെ കപ്പലിനെ സംബന്ധിച്ച് ഇത് കടലിൽ കൂടെ ഓടുന്ന ഒരു സാധനം, ഇത് കരയുമായിട്ട് അധികം ഇത് വരുന്നില്ല. അവരെ സംബന്ധിച്ച് ഒരു ദിവസത്തെ യാത്ര ഉണ്ടാവുള്ളൂ. ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള കാർഗോസ് കൊണ്ടുപോകുന്ന ചെറിയ കപ്പലുകളെന്ന് പോലും പറയാൻ പറ്റാത്ത സാധനത്തിലേക്കാണ് നമ്മളെന്ന് ഈ കാശ് മേടിച്ച് നമ്മളെ ഇറാനിലോട്ടും ഇറാഖിലേക്കും ഒക്കെ വിടുന്നത്. ഇത് അറിയാതാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്താ, എനിക്ക് കമ്പനി ജോലി കിട്ടണമെങ്കിൽ ഒരു കപ്പൽ എക്സ്പീരിയൻസ് വേണം. സോ ഞാൻ ഒരു കപ്പലിൽ എവിടെ പോകും? എൻ്റെ വീട്ടിൽ കപ്പലില്ല. സോ ഞാൻ എന്ത് ചെയ്യും? ഏജൻസിയെ ട്രസ്റ്റ് ചെയ്യും. ഏജൻസിക്ക് പൈസ കൊടുത്ത് കയറിപ്പോവും. അങ്ങനെ ഏജൻസിക്ക് പൈസ കൊടുത്ത് ഇറാനിൽ പോയി എക്സ്പീരിയൻസ് ഉണ്ടാക്കി തിരിച്ചു വന്നപ്പോഴും ജോലിയില്ല. ഞാൻ പൈസ കൊടുത്ത് ഇറാനിൽ പോയി. ഞാൻ എല്ലായിടത്തും പറഞ്ഞല്ലോ, ഇറാനിൽ പോയി 1.5 കൊല്ലം അവിടെ പെട്ട് കിടന്നു. കപ്പൽ അറസ്റ്റായി കിടന്നു. അപ്പോൾ അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പൽ കരയിലേക്ക് കയറി കഴിഞ്ഞാൽ അറസ്റ്റ് ആവുന്നുള്ള ഒരു സിറ്റുവേഷനിലോട്ട് എത്തി അവിടെ. കാരണം 32 വർഷത്തിനൊക്കെ കഴിഞ്ഞ ഒരു കപ്പലാണ്. ഇല്ലീഗലായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ആ കമ്പനിയുടെ ഓണറിനെ തന്നെ ബ്ലാക്ക് ലിസ്റ്റ് ആക്കിയിട്ടുണ്ട് ആ കമ്പനി. ഒരു പ്രാവശ്യം നമ്മളെ ബ്ലാക്ക് ലിസ്റ്റ് ആക്കി കഴിഞ്ഞാൽ പോർട്ടിൽ കയറിയ കപ്പൽ അറസ്റ്റ് ചെയ്യും. ബ്ലാക്ക് ലിസ്റ്റ് ആകാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ അവസ്ഥയാണ് പറയുന്നത്. അത് ഡെഡ് എഞ്ചിൻ, ചലിക്കാത്ത എഞ്ചിനുമായിട്ട് കിടക്കുന്ന ഒരു കപ്പൽ. അപ്പോൾ അത് ഓടാൻ പറ്റാത്ത അവസ്ഥയിൽ 6 മാസം കിടന്നു. മൊത്തം ആ കപ്പലിൽ 1.5 വർഷം ഒരൊറ്റ കിടപ്പ് കിടന്നു. അപ്പോൾ ആ കപ്പലിൽ ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ട് പൈസ കൊടുത്തിട്ട് പോയതാ. ഇതെല്ലാം ചെയ്ത് നമ്മൾ ആഹാരം പോലത്തെ പട്ടിണിയായിട്ട് കിടന്നിട്ട് തിരിച്ചിറങ്ങി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഈ റിസീമായിട്ട് ഈ പറഞ്ഞ ഷിപ്പിംഗ് കമ്പനി കയറി ഇറങ്ങുക വീണ്ടും ബോംബെയിൽ. അപ്പോൾ എന്നോട് പറയുന്നത് എന്താണെന്നറിയോ, ഈ ഒരു കപ്പൽ കഴിയുമ്പോൾ നമുക്ക് വാച്ച് കീപ്പിംഗ് എന്ന് പറയുന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ എന്നോട് പറയാം, ഈ സർട്ടിഫിക്കറ്റോട് കൂടി ഇനി ഒരു കപ്പൽ അടിച്ചിട്ട് വാ.
ഈ നമ്മൾ കാശ് കൊടുത്ത ഏജൻസി ഒരു കപ്പൽ കഴിഞ്ഞപ്പോൾ നമ്മളെ ചവിട്ടി പുറത്താക്കി. പിന്നെ നമുക്ക് കപ്പലും ഇല്ല, ഒന്നുമില്ല. കൊടുത്ത പൈസയ്ക്ക് അവർ ഒരു കപ്പൽ എക്സ്പീരിയൻസ് തന്നു. അപ്പൊ നമ്മുടെ പ്രതീക്ഷ എന്താ? ഒരു കപ്പൽ എക്സ്പീരിയൻസ് ആയി, ഇനിയെങ്കിലും നമുക്ക് നല്ലൊരു കമ്പനി, ഫോർ എക്സാമ്പിൾ നമ്മുടെ മേഴ്സ്ക് ലൈൻ, MSC, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ഒരു കമ്പനി ആയിരിക്കും, കണ്ടിട്ടുണ്ട്. അതുപോലൊരു ഷിപ്പിംഗ് കമ്പനി ആയിരിക്കും എല്ലാവരുടെയും ഡ്രീം. സോ അങ്ങനെ ഒരു കമ്പനി കയറാൻ വേണ്ടിയിട്ടായി പോകുന്നത്. അവർ പറയുന്നത് അറിയോ, നിന്റെ കയ്യിൽ എക്സ്പീരിയൻസ് ഉണ്ട്, വാച്ച് കീപ്പിംഗ് ഉണ്ട്, ഇനി ഒരു കാര്യം ചെയ്യും, ഒരു കപ്പലോട് വെച്ചിട്ടോ ഇപ്പൊ ശരിയാക്കി തരാം. എവിടുന്ന് ഇനി എന്ത് ചെയ്യും ഞാൻ? ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത്? വീണ്ടും ഏജൻസി. അതായത് ആദ്യം ഇത്ര ലക്ഷം കൊടുത്തിട്ടാണ് പോണേ, അതിനുശേഷം വീണ്ടും ലക്ഷങ്ങൾ കൊടുത്ത് പോകാനായി കമ്പനി നമ്മൾ ആവശ്യപ്പെടുന്നത്. സോ അപ്പം അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു കപ്പൽ എക്സ്പീരിയൻസും വാച്ച് കീപ്പിംഗ് ഉള്ള ആൾക്കാർക്ക് അത്യാവശ്യം പിടിപാടുള്ള യൂണിയനോ ഏജൻറ്റുമാരോ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുണ്ടെങ്കിൽ അവർക്ക് ആ കാശ് കൊടുത്ത് അവർ നമ്മളെ ഒരു കമ്പനിയിലേക്ക് കയറ്റും. ഞാൻ ഏകദേശം 2 കൊല്ലം ബോംബെയിൽ ജോലി ഇല്ലാതെ നിന്നു. കാരണം ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക, കാരണം എൻ്റെ കയ്യിൽ എക്സ്പീരിയൻസ് ഉണ്ട്. എന്നിട്ടും ആർക്കും വേണ്ട. ട്രൈ ചെയ്ത് 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ട്രൈ ചെയ്തിട്ടൊന്നും യാതൊരു കാര്യമില്ല. സോ നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടൊരു ഏജൻറ്റിനെ കണ്ടുപിടിച്ചു, ആൾക്ക് കാശ് കൊടുത്തു. ഒരു രാഷ്ട്രീയ പാർട്ടി, നമ്മുടെ ഇവിടെ ഇല്ലായിരിക്കും NCP രാഷ്ട്രീയ ആ പാർട്ടിയുടെ യൂണിയൻ വഴിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ കാശ് കൊടുത്ത് ജോലിക്ക് കയറിയത് ടോപ്പ് 10 വേൾഡിലേക്ക് അറിയപ്പെടുന്നൊരു വലിയ കമ്പനിയിൽ കാശ് കൊടുത്തപ്പോൾ. മനസ്സിലായില്ലേ? പക്ഷെ ഞാൻ 2 വർഷം കാശ് കൊടുക്കാതെ ട്രൈ ചെയ്തു, കിട്ടിയില്ല. കാശ് കൊടുത്ത 4-ാം മാസം വേൾഡിൽ തന്നെ ഒരു ടോപ്പ് 5 ലിസ്റ്റിലെടുത്ത ഉള്ള ഒരു കമ്പനി ആയിരുന്നു ആ കമ്പനിയിൽ ഞാൻ ജോലിക്ക് കയറി. അന്ന് മുതൽ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. ലൈഫ് നല്ലപോലെ പോകുന്നുണ്ട്. അത്യാവശ്യം സാലറി ആയാലും നമ്മുടെ ഫെസിലിറ്റീസ് ആയാലും നമ്മുടെ സേഫ്റ്റി സെക്യൂരിറ്റി ആയാലും എല്ലാം ഉള്ളൊരു നല്ല കമ്പനിയിൽ എനിക്ക് ജോലിയായി. ഇതിന് മുമ്പത്തെ സ്ട്രഗിൾ. അപ്പോൾ ഇതിൻ്റെ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ, കാശ് കൊടുക്കാതെ ഒരു കാര്യവും നടക്കില്ല. ഈ ഇൻസ്റ്റഗ്രാമിലോ റീൽസിലോ ഒക്കെ കാണുന്നതൊന്നും റിയാലിറ്റിയേ അല്ല. ഇത് പഠിച്ച് പുറത്തിറങ്ങി വന്നു കഴിഞ്ഞ് ജോലി വേണമെങ്കിൽ തീർച്ചയായിട്ടും പൈസ കൊടുക്കണം. അല്ലാതെ ഒരു കാര്യമില്ല. ഞാനതല്ലേ പറഞ്ഞു, സർട്ടിഫിക്കറ്റ് കൊണ്ട് 2015 ഞാൻ നടന്ന കഥയായി പറയുന്നത്. ഈ 10 കൊല്ലങ്ങൾക്കിപ്പുറം 11 കൊല്ലങ്ങൾക്കിപ്പുറം 13-14 കപ്പൽ കയറിയിട്ട് ഈ 15 ആയപ്പോൾ എൻ്റെ കയ്യിൽ എക്സ്പീരിയൻസ് ആയി. അന്ന് മുതൽ എത്ര വർഷമായി? 10 കൊല്ലം കഴിയുന്നു. ഇപ്പൊ ഇന്നത്തെ അവസ്ഥ അതിലും വളരെ മോശമാണ്. കാരണം ഈ വരുന്ന കുട്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ടല്ലോ, ഇരട്ടി എന്നല്ല പറയുന്നേ, ഒരുപാട് മടങ്ങ് കൂടി. കാരണം എന്താണെന്നറിയോ, ഞാൻ ഇപ്പൊ ഒരു കഥ പറഞ്ഞില്ലേ, GP റൈറ്റിംഗ് എന്ന കോഴ്സ്. ഇപ്പൊ അത് പഠിക്കണ്ട, ഓപ്പൺ CDC. അതായത് നമ്മൾ ഈ GP റൈറ്റിംഗ് പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് പാസ്പോർട്ട് പോലൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. സെയിം അതുപോലെ CDC എന്ന് പറയും കപ്പലിലേക്ക് കയറാൻ. ഇപ്പൊ 700 രൂപ കൊടുത്ത് അപ്ലൈ ചെയ്താൽ അത് കിട്ടുന്ന അവസ്ഥയിലെത്തി. ആര് ചെയ്ത? ഗവൺമെന്റ് ആയിട്ട് ചെയ്ത ഒരു കാര്യത്തിൽ ഒരുപാട് പേര് പെട്ടോണ്ടിരിക്കുക. ഇപ്പം ശരിക്കും പറഞ്ഞ ഈ ഓപ്പൺ CDC എന്തിനാണെന്നറിയോ? കപ്പലിലേക്ക്, ആഡംബര കപ്പലിലേക്ക്. ഇപ്പോൾ നമുക്ക് അറിയുന്ന ഒരാൾ ഡോക്ടറാണെന്ന് വിചാരിക്കുക. ഈ ഡോക്ടറിന് ആഡംബര കപ്പലിൽ ജോലിയുണ്ട്, കാരണം ആഡംബര കപ്പലിൽ ഹോസ്പിറ്റലുണ്ട്. സോ ഈ ഡോക്ടറിന് അല്ലെങ്കിൽ ഒരു നേഴ്സിന് ഒരു ആഡംബര കപ്പലിലേക്ക് പോകണമെങ്കിൽ ഈ CDCയും അതുപോലെ STCW കോഴ്സുകളൊക്കെ കമ്പൽസറിയാണ്. കാരണം അത് നിയമമാണ് കടലിലെ. അവർക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു സംഭവമാണ്. അല്ലാണ്ട് 10ാം ക്ലാസ് പഠിച്ച് ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ഒരാൾ 700 രൂപ കൊടുത്ത് ഓപ്പൺ CDC എടുത്തിട്ട് ജോലി. അപ്പൊ എന്താ, ഷിപ്പിംഗ് കമ്പനി എടുത്ത തീരുമാനം അനുസരിച്ച് ഓപ്പൺ CDC GP റൈറ്റിംഗ് പോലും പഠിക്കാതെ വരുന്ന പിള്ളേരെ നീ കാശ് കൊടുക്കാൻ റെഡി ആണെങ്കിലും അവരെടുക്കത്തില്ല. അപ്പം എന്ത് പറ്റും? ഏജൻസി വഴി വീണ്ടും പോകും, കാശ് കൊടുത്തു പോകും. എന്തിനാണ്? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഓപ്പൺ CDC എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരോട് പറയാനുള്ളത്, ഒരു കാരണവശാലും എടുക്കരുത്. നിങ്ങൾക്കൊരു ട്രേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോ. നിങ്ങൾക്കൊരു ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള, ഞാൻ പറഞ്ഞു, ഡോക്ടറായാലും അല്ലെ ബാർ അറ്റൻഡർമാർ അല്ലെങ്കിൽ നേഴ്സുമാർ, ആഡംബര കപ്പലിൻ്റെ അകത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് പേരില്ലേ, അവർക്കൊക്കെ ട്രേഡും അവരുടെ എക്സ്പീരിയൻസും ഇല്ലേ, അവർക്കുള്ളതാണത്. അല്ലാണ്ട് 10ാം ക്ലാസ്സും +2 കഴിഞ്ഞ് ഓപ്പൺ CDC എടുത്ത് ഞാൻ ഇപ്പോൾ കയറി ലക്ഷങ്ങൾ സമ്പാദിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്നില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് GP റൈറ്റിംഗ് പഠിക്കുക, CCMC പഠിക്കുക, അല്ലെ ഡിപ്ലോമ നോട്ടിക്കൽ സയൻസോ എഞ്ചിനീയറിങ്ങോ പഠിക്കുക, BSCയോ പഠിക്കുക. പഠിച്ചതിന് ശേഷം നിങ്ങൾ ട്രൈ ചെയ്യും. പ്ലേസ്മെൻ്റ് ഉള്ള കോളേജുകൾ കണ്ടുപിടിച്ച് അഡ്മിഷൻ എടുത്ത് പഠിക്കുക. നിങ്ങളുടെ ലൈഫ് ഓക്കെ ആവും. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. വിഷ്ണുവിൻ്റെ അനുഭവങ്ങൾ ഭാവി തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടാവട്ടെ. കടൽ യാത്രയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും. അടുത്ത ഭാഗത്തിൽ ഈ അനുഭവം തുടരുന്നതാണ്.